കോട്ടയം കാരിക്കാട് പ്രതിഷേധം വഴിയരികിലും കുടിവെള്ള സ്രോതസ്സിലും കക്കൂസ് മാലിന്യം തള്ളിയതിന് പിന്നാലെയാണ് പ്രതിഷേധം. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ മീനച്ചിലാറിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. വാഹനം ഏതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ റൂട്ടിൽ 17 ക്യാമറകളുണ്ട്, എന്നിട്ടും ഈ വാഹനം ഏതെന്ന് കണ്ടെത്താനായിട്ടില്ല. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ വൈകുന്നേരം രാത്രിയോട് കൂടിയാണ് ഈ കക്കൂസ് മാലിന്യമായിട്ട് വന്ന വണ്ടി അവർ ഈ തോട്ടിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വെള്ളം കുടിക്കുന്ന മീനച്ചിലാറ്റിലേക്കാണ് ഈ തോട് ഒഴുകുന്നത്. അതിലേക്ക് കൊണ്ടാണ് ഇമാരി തന്തയിലായ്മത്തരം കാണിച്ചേക്കുന്നത്. ഇമാരി ഇതിലേക്ക് കൊണ്ട് ഈ മാലിന്യം ഒഴുക്കിയത് ഇത്രയും നേരമായി, ഈ സമയം ഇത്രയായിട്ട് പോലും പഞ്ചായത്തിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ യാതൊരു നടപടികളും എടുത്തിട്ടില്ല. ഇത്രയും ജനങ്ങൾ, ഇത്രയും പേര് ഈ വെള്ളം ഉപയോഗിക്കുന്നതാണ് എന്നൊരു ചിന്ത പോലും ഇവിടുത്തെ അധികാരികൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. ശരി, അതാണ് നാട്ടുകാരുടെ പ്രതികരണം. അഖിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഇത്രയധികം സമയമായിട്ടും ആ വാഹനം കണ്ടെത്താനായിട്ടില്ല, തുടർ നടപടികൾ ഉണ്ടാകുന്നുമില്ല. തീർച്ചയായും വിനീത, ഈ ആളുകളുടെ പ്രതിഷേധത്തിന് മറ്റൊരു കാരണം കൂടിക്കൊണ്ട്. കാരണം ഒരു മാസം മുമ്പും സമാനമായ രീതിയിൽ ഈ കാരിക്കാട് ടോപ്പിന് സമീപത്ത് ഈ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും ഇത് ആര് തള്ളിയെന്ന് പോലീസിനോ മറ്റുള്ളവർക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 17ഓളം ക്യാമറകൾ ഈ റൂട്ടിലുണ്ട്. അതായത് വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടാണ്. ഇവിടെ ഈ 17ഓളം ക്യാമറകളുണ്ട്. എന്നിട്ട് പോലും ഇത് കണ്ടെത്താൻ കഴിയാത്തത് നിരുത്തരവാദപരമായ ഉദ്യോഗസ്ഥർ പെരുമാറുന്നു, പോലീസ് അടക്കമുള്ളവർ പെരുമാറുന്നു എന്നൊരു ആക്ഷേപമാണ് പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും. നമ്മളിപ്പോൾ പ്രതികരണം കേട്ടത് അവിടെയുള്ള വാർഡ് മെമ്പറുടെ പ്രതികരണമാണ്. ഇത്തരത്തിൽ, അതായത് ഈ വെള്ളം നേരിട്ട് ഉപയോഗിക്കുന്ന 4ഓളം കുടുംബങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ വെള്ളം നേരെ ഒഴുകി താഴേക്ക് ചെല്ലുന്നത് മീനച്ചിലാറിലേക്കാണ്. ഈ മീനച്ചിലാർ എന്ന് പറയുന്നത് നിരവധിയായ കുടിവെള്ള പദ്ധതികളുടെ ഒക്കെ തന്നെ ഒരു ഉറവിടമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ വഴിയോരത്തൊക്കെ തന്നെ അതായത് വിനോദസഞ്ചാരത്തിന് വാഗമണിലേക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ ഈ കാരിക്കാട് ടോപ്പിന് സമീപത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ദുർഗന്ധം, വലിയ രീതിയിലുള്ള ദുർഗന്ധം പോലും ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ വാർഡ് മെമ്പർ അടക്കമുള്ളവർ പ്രതികരിക്കുന്ന. ഇത്രത്തോളം ഇന്നലെ രാത്രിയിലാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഇത്തരം ഒരു സ്ഥിതി. അടിയന്തര നടപടി വേണ്ടുന്ന വിഷയം തന്നെയാണ്, ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കുടിവെള്ളം പോലും മുട്ടിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നതിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.